വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ, ഖത്തർ. അധ്യായം 377. സമഗ്രമായ വ്യക്തിത്വ വികാസമാണ് വിദ്യാഭ്യാസം ലക്ഷ്യം വയ്ക്കേണ്ടത്. വിദ്യാഭ്യാസം വെറും പരീക്ഷ പാസ്സാകാൻ വേണ്ടിയുള്ള അറിവോ ജോലിക്ക് വേണ്ടിയുള്ള യോഗ്യതയോ മാത്രമല്ല, മറിച്ച് ഒരു വിദ്യാർത്ഥിയുടെ മുഴുവൻ വ്യക്തിത്വത്തെയും വാർത്തെടുക്കുന്ന സംവിധാനമാണത്. വിദ്യാർത്ഥിയുടെ ബൗദ്ധികം, മാനസികം, സാമൂഹികം, നൈതികം, ശാരീരികം, വൈകാരികം തുടങ്ങി വിശാലമായ മേഖലകളുടെ സമഗ്രമായ നവീകരണ പ്രക്രിയയാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. കാലത്തിന്റെ ചുവരെഴുത്തുകൾ ക്രിയാത്മകമായി വായിക്കുവാനും സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഉത്തരവാദിത്ത ബോധമുള്ള പൗരനായി മാറ്റുവാനും അനുഗുണമാകുന്ന വിദ്യാഭ്യാസ സംവിധാനമാണ് കാലം ആവശ്യപ്പെടുന്നത്. വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം ബൗദ്ധിക വളർച്ച, മാനസിക വളർച്ച, നൈതിക വളർച്ച, സാമൂഹിക വളർച്ച, ശാരീരിക വളർച്ച എന്നീ 5 പോയിന്റുകളിൽ സംഗ്രഹിക്കാം. ബൗദ്ധിക വളർച്ച അറിവ് നേടുക, ചിന്തിക്കാൻ പഠിക്കുക എന്നിവയിലാണ് പ്രധാനമായും ഊന്നുന്നത്. ആത്മവിശ്വാസം, മാനസിക സ്ഥിരത എന്നിവയാണ് മാനസിക വളർച്ചയുടെ ഫോക്കസ്. നൈതിക വളർച്ച മൂല്യങ്ങൾ, സത്യസന്ധത, ഉത്തരവാദിത്തം തുടങ്ങിയവയും സാമൂഹിക വളർച്ച കൂട്ടായ്മ, കരുണ, സഹജീവിബോധം എന്നിവയും അടയാളപ്പെടുത്തുന്നു. ശാരീരിക വളർച്ച ആരോഗ്യം, കായികശേഷി, ശീലങ്ങൾ എന്നീ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു. ഈ 5 മേഖലകളും വേണ്ട രൂപത്തിൽ പരിഗണിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന സാമൂഹിക സാംസ്കാരിക നേട്ടങ്ങൾ കൈവരിക്കാനാവുക. വിദ്യാർത്ഥിയുടെ ബൗദ്ധികം, മാനസികം, സാമൂഹികം, നൈതികം, ശാരീരികം, വൈകാരികം, സൃഷ്ടിപരത എന്നിവയെ സമന്വയിപ്പിച്ച് വളർത്തുമ്പോഴുണ്ടാകുന്ന സമഗ്ര വ്യക്തിത്വ വികാസം അറിവും തിരിച്ചറിവും ജീവിതശേഷിയുമുള്ള ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കും. പുതുതലമുറയിലെ കുട്ടികൾ വളരെ ബോൾഡ് എന്ന് സ്വയം അവകാശപ്പെടുകയും പെരുമാറുകയും ചെയ്യുമ്പോഴും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെ നേരിടാനുള്ള ശേഷി അവർക്ക് ഇല്ല എന്നാണ് പല സന്ദർഭങ്ങളും ഓർമ്മപ്പെടുത്തുന്നത്. വിജയം മാനേജ് ചെയ്യുന്നത് പോലെ പരാജയവും മാനേജ് ചെയ്യുവാനും റിജക്ഷനുകളെ നേരിടാനും അറിയാത്തതാണ് മിക്കപ്പോഴും സ്ഥിതിഗതികൾ വഷളാക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിലും സാമൂഹിക ചുറ്റുപാടിലും മാറ്റമുണ്ടായാൽ മാത്രമേ ഇത്തരം പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാനാവുകയുള്ളൂ. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാനസികാരോഗ്യവും പക്വതയും നൽകുന്നതിന് സഹായകമായ കൗൺസിലിംഗ് സംവിധാനം അത്യാവശ്യമായി നടപ്പാക്കണം. വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരുമൊക്കെ ഈ സംവിധാനത്തിന്റെ ഭാഗമാകുമ്പോൾ വലിയ മാറ്റമുണ്ടായേക്കും. തിരിച്ചറിവ് നൽകാത്ത ഒരറിവും വലിയ പ്രയോജനം ചെയ്യില്ല എന്നതിനാൽ പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങുന്നവർക്ക് വിവരമുണ്ടായാൽ മാത്രം പോരാ, കാര്യങ്ങളെ പോസിറ്റീവായി കാണാനുള്ള വിവേകവും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള വകതിരിവും ഉണ്ടാക്കിയെടുക്കുന്ന തലത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മാറേണ്ടിയിരിക്കുന്നു. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 009745526275 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.